സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പ് ഒന്നാം ഘട്ടം 1 മാസം കൂടി നീട്ടി ധനവകുപ്പ്. ജനുവരി 31 വരെ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ നിലവിലുള്ളതുപോലെ തുടരും. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പ് ഒന്നാം ഘട്ടം 1 മാസം കൂടി നീട്ടിയതായി അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. ജനുവരി 31 വരെ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ നിലവിലുള്ളതുപോലെ തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മെഡിസെപ്പ് 2ാം ഘട്ട പദ്ധതി ജനുവരി 1 മുതൽ തുടങ്ങുമെന്ന് സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു. 2ാം ഘട്ട പദ്ധതിയുടെ സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കാത്ത സാഹചര്യത്തിലാണ് 1ാം ഘട്ട പദ്ധതി 1 മാസം കൂടി നീട്ടിയത്. മെഡിസെപ്പ് 2ാം ഘട്ടം വൈകുന്ന സാഹചര്യത്തിൽ പുതുക്കിയ ഇൻഷുറൻസ് പ്രീമിയം തുക ജനുവരി മാസത്തെ ശമ്പളത്തിൽ നിന്ന് ഈടാക്കരുതെന്ന് സർക്കാർ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ധനകാര്യ വകുപ്പ് DDOമാർക്ക് വ്യക്തമായ ഉത്തരവും കൈമാറി. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിന്റെ പ്രീമിയം തുകയിൽ വർധനവ് കഴിഞ്ഞ ദിവസമാണ് ഉയർത്തിയത്. നിലവിൽ പ്രതിമാസം 500 രൂപയായിരുന്ന പ്രീമിയം 810 രൂപയാക്കി ഉയർത്തിക്കൊണ്ട് ധനകാര്യ വകുപ്പ് ഉത്തരവിറക്കുകയും ചെയ്തിട്ടുണ്ട്. 310 രൂപയാണ് 1 മാസം വർദ്ധിക്കുന്നത്. ഒരു വർഷം 8237 രൂപയും GSTയുമായിരിക്കും പ്രീമിയം തുകയായി നൽകേണ്ടി വരിക. ഉത്തരവിറങ്ങിയതോടെ ജീവനക്കാരുടെ സംഘടനകൾ വലിയ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു. ഇത്രയും ഉയർന്ന പ്രീമിയം തുക അടയ്ക്കാൻ സാധിക്കില്ലെന്നാണ് ജീവനക്കാർ പറയുന്നതും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.